നമസ്കാരം. പ്രധാന വാർത്തകൾ. സോളാർ സമരത്തിൽ നിന്ന് CPIM തലയൂരിയെന്ന വെളിപ്പെടുത്തൽ മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ ലേഖനത്തിൽ. ഒത്തുതീർപ്പ് ശ്രമം ജോൺ ബ്രിട്ടാസ് വഴിയെന്ന് സമകാലിക മലയാളം ലേഖനം. പന്തീരങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ പ്രതി രാഹുൽ ജർമ്മനിയിലെത്തിയെന്ന് സ്ഥിരീകരിച്ച പോലീസ്. രാഹുലിനെ രാജ്യം വിടാൻ സഹായിച്ച സുഹൃത്ത് രാജേഷ് അറസ്റ്റിൽ. രാഹുലിന്റെ അമ്മയെയും സഹോദരിയെയും ചോദ്യം ചെയ്യും. രാഹുലിനായി ബ്ലൂ കോർണർ നോട്ടീസ്. എറണാകുളം ജില്ലയിൽ മഞ്ഞപ്പിത്ത വ്യാപനം. കളമശ്ശേരിയിൽ ഒരാഴ്ചക്കിടെ റിപ്പോർട്ട് ചെയ്തത് 28 കേസുകൾ. 10 പേർ ചികിത്സയിൽ. വെങ്ങൂരിലും ആശങ്ക തുടരുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി നഗരസഭ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവം മാറിയുള്ള ശസ്ത്രക്രിയയിൽ ഡോക്ടർമാർക്കെതിരെ കുടുംബം. കുട്ടിയുടെ നാവിന് പ്രശ്നമുണ്ടായിരുന്നുവെന്ന ഡോക്ടർമാരുടെ സംഘടനയുടെ വാദം തെറ്റ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളോട് പറയണ്ടേ, നമ്മളെ ഒപ്പൊക്കെ ഇട്ട് വാങ്ങണ്ട. അതൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു കോഴിപ്പല്ലാത്തൊരു കുട്ടിയാണ്, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി ഒരു കുട്ടിക്കും ഇതുപോലെ സംഭവിക്കരുതെന്നും മാതാവ് കേരള വിഷൻ ന്യൂസിനോട്. കാസർഗോഡ് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് നിരവധി കേസുകളിൽ പ്രതിയായ യുവാവ്. നടപടി CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ. ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന്. ജ്ഞാനായ സഭയിൽ പ്രതിസന്ധി. സഭയിൽ പാത്രിയാർക്കിസിന്റെ ഇടപെടൽ. സമുദായ മെത്രാപ്പൊലീത്ത മാർ സേവേറിയോസിനെ സസ്പെൻഷൻ. ചിങ്ങവനത്ത് അടിയന്തര യോഗം. KSRTC ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയറുടെ രഹസ്യമൊഴിയെടുക്കാൻ പോലീസ്. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകി. നടപടി. ഡ്രൈവർ യദു അശ്ലീല ആംഗ്യം കാണിച്ചെന്ന മേയറുടെ പരാതിയിൽ.